നിങ്ങൾ ജാർഖണ്ഡിലെ സ്റ്റേറ്റ് മ്യൂസിയം കണ്ടിട്ടുണ്ടോന്ന് വരീന്നേ നമുക്ക് എന്തായാലും മ്യൂസിയത്തിൽ പോയേക്കാം. മ്യൂസിയം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പുരാതനാണ്. ആദ്യത്തെ സെക്ഷനിൽ തന്നെ കുറെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാരുടെ ജീവിതമാണ് അവർ കാണിച്ചിരിക്കുന്നത്. നെല്ലും ഗോതമ്പൊക്കെ ഉണ്ടാക്കുന്ന കൃഷിക്കാരും മീനൊക്കെ വിറ്റ് ജീവിക്കുന്ന അവിടുത്തെ നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രതിമകളിലൂടെ. അവിടെ ഇവിടുത്തെ ഗ്രാമങ്ങളിലെ നാട്ടുകാർ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ജീവിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരാണെങ്കിൽ നല്ലോണം അധ്വാനിക്കും കേട്ടോ. ഏത് ജോലിയാണെങ്കിലും അവർക്ക് എടുക്കാൻ ഒരു മടിയുമില്ല. പിന്നെ അടുത്ത സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത് പുരാതന അമ്പലത്തിലൊക്കെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വലുതായിട്ട് രാജിനെ പുച്ചിക്കൊന്നും വേണ്ട, ഇവിടെയും കുറെ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് മോഡേൺ ആർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജാർഖണ്ഡിലെ ഗവൺമെന്റ് ഒക്കെ നല്ലോണം ക്രാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ ജാർ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ആർട്ടിൽ വലിയ ജ്ഞാനമില്ലാത്തതുകൊണ്ട് എനിക്ക് വല്ലാതായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു പാർക്കും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരം മാടിയൊക്കെ കളിക്കാം. പിന്നെ പുറത്താണെങ്കിൽ നല്ലൊരു ഫോട്ടോഷൂട്ടിനെ പറ്റിയിട്ടുള്ള ഫോറസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വ്ളോഗ് കാണാം.